കൂടുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എവിടെ നിന്നൊക്കെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്? എസ്കെൻ പത്തനംതിട്ടയിലെ എഴുമറ്റൂരിൽ നിന്നാണ്. അവിടെ എഴുമറ്റൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് BJP ജയിച്ചു. കോൺഗ്രസിൽ നിന്നും BJP ആ സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു. BJP സ്ഥാനാർത്ഥി റാണി ടീച്ചർ 48 വോട്ടുകൾക്കാണ് ജയിച്ചത്. നിരണം പഞ്ചായത്ത് 7-ാം വാർഡ് കോൺഗ്രസ് പിടിച്ചെടുത്തു. 211 വോട്ടിന് റജി കണിയാം കണ്ടത്തിൽ ജയിച്ചു. 28 വർഷമായി LDFിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അതായത് 28 വർഷമായി LDFിന്റെ കയ്യിലുണ്ടായിരുന്ന നിരണം പഞ്ചായത്തിലെ 7-ാം വാർഡാണ് കോൺഗ്രസ് 211 വോട്ടിന് ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. കോന്നി അരുവാപ്പുലം പഞ്ചായത്ത് 12-ാം വാർഡ് LDF നിലനിർത്തി. LDF സ്ഥാനാർത്ഥി മിനി രാജീവാണ് അവിടെ നിന്ന് ജയിച്ചത്. ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതാണ്. എല്ലാ കണക്കുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് അതുപോലെ നഗരസഭയിൽ 3 ഇലക്ഷൻ നടന്നത്. അവിടെ ഒരിടത്ത് UDFും ഒരിടത്ത് NDAയും ജയിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ ഫലം കൂടി ഇനി വരാനുണ്ട്. ഗ്രാമപഞ്ചായത്ത് 23 തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ UDF 7 ജയിച്ചിട്ടുണ്ട് ഇതുവരെ. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഒരിടത്താണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിലെ ഫലസൂചനകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പത്തനംതിട്ടയിലെ വിവരങ്ങൾ ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകും. ശ്രീജിത്ത്, പത്തനംതിട്ടയിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ മുഴുവൻ കണക്കും വന്നിട്ടുണ്ടോ? ബ്ലോക്ക് ഡിവിഷന്റെ കൂടി ഫലം മാത്രമേ പുറത്തു വരാനുള്ളൂ. ഒന്ന് കോന്നിയും 2 പന്തളവും. ഈ രണ്ടിടവും UDFന്റെ സിറ്റിംഗ് വാർഡുകളാണ്, സിറ്റിംഗ് ഡിവിഷനുകളാണ്. ഇവിടെ UDF ലീഡ് ചെയ്യുന്നുവെന്നാണ്. അതിൽ ഏറ്റവും വലിയ അട്ടിമറി നടന്നിരിക്കുന്നത് നിരണം പഞ്ചായത്തിലാണ്. നിരണം പഞ്ചായത്തിലെ വാർഡിൽ LDF 28 വർഷമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ്. അവിടെ LDF സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. LDFന്റെ സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് തന്നെയാണ് മത്സരിച്ചത്. അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹം പരാജയപ്പെട്ടു. 211 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ കോന്നി ഡിവിഷനിലടക്കം ഇപ്പോൾ UDF ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോന്നി ഇളകൊള്ളൂർ ഡിവിഷൻ, കോന്നി ബ്ലോക്ക് പഞ്ചായത്തിലെ ഇവിടെ 954 വോട്ടിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ തന്നെ ഈ ബ്ലോക്ക് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി ജോളി ഡാനിയലിന് നിലവിലുണ്ട്. സ്വാഭാവികമായി ഇനിയും ഭൂരിപക്ഷം വർദ്ധിക്കും. 1000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ നല്ല നേട്ടമാണ് നടന്നിരിക്കുന്നത്. പക്ഷേ എഴുമറ്റൂർ പഞ്ചായത്തിൽ UDFന്റെ കുത്തക വാർഡ് BJP പിടിച്ചെടുത്തു വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വാർഡ് മാത്രമാണ് അവർക്ക് നിലനിർത്താൻ ഇപ്പോൾ സാധിച്ചിട്ടുള്ളത്. അത് അരുവാപ്പുലം പഞ്ചായത്തിലെ 12-ാം വാർഡാണ്. ആ 12-ാം വാർഡിൽ മിനി രാജീവ് എന്ന അവരുടെ സ്ഥാനാർത്ഥി ഏതാണ്ട് 106 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം LDFനെ സംബന്ധിച്ചിടത്തോളം LDFന് അത്ര ശുഭകരമല്ല. BJPക്കും ഒരു വാർഡ് കൂടുതൽ പിടിച്ചെടുക്കാനായി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കൊടുവായൂർ പഞ്ചായത്തിലെ 13-ാം വാർഡ് LDF നിലനിർത്തി. പാലക്കാട് ജില്ലയിലാണ്. LDF സ്ഥാനാർത്ഥി മുരളീധരനാണ് അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. നിഖിൽ പ്രമേശ് ആ വിവരം നൽകുന്നുണ്ട്. കൊടുവായൂർ പഞ്ചായത്ത് 13-ാം വാർഡാണ് LDF നിലനിർത്തിയിരിക്കുന്നത്. മറ്റ് കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഗ്രാമപഞ്ചായത്തിൽ 23 9 UDF ഇതിനോടകം ലീഡ് ചെയ്യുകയോ ജയിക്കുകയോ ചെയ്തിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഒരിടത്തെ ലീഡ് നില വന്നിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തിൽ 4 റിസൾട്ടുകൾ വരാനുണ്ട്. ഗ്രാമപഞ്ചായത്തും മുനിസിപ്പൽ വാർഡുകളുടെയും കണക്കുകളാണ് വന്നത്. നഗരസഭ അതിൽ ഇതുവരെ വന്ന 2-ൽ 1 UDFും 1 NDAയും ജയിച്ചു എന്നതാണ്. 3 ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് LDF 9, UDF 10, NDA 3 എന്നതാണ്. ആകെ 23 ഇടത്താണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിൻ്റെ ഫലസൂചനകൾ ഒട്ടുമിക്കതും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പന്തളമാണ് നഗരസഭയിൽ ഒരെണ്ണം റിസൾട്ട് വരാനുള്ളത്. കോന്നിയിലെ റിസൾട്ടും നമ്മൾ അല്പസമയത്തിനകം പ്രതീക്ഷിക്കുന്നുണ്ട്.